ഒരു മീൻകറി ആവാട്ടോ. അപ്പം ഷാൻജിയുടെ റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഷാൻജിയുടെ റെസിപ്പി എങ്ങനെയാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. ഒരു മീൻകറിയാണ്, കോട്ടയം സ്റ്റൈൽ മീൻകറി, മുളകിട്ട മീൻകറി എന്നൊക്കെ അറിയപ്പെടുന്ന കൊടംപുളി വെച്ച മീൻകറി. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഓൾറെഡി ഒരു പാൻ വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ. അത് സ്ലോലി നമ്മുടെ പാനൊക്കെ, അതായത് നമ്മുടെ ചട്ടി ചൂടാവട്ടെ കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഡെന്നൂന് സ്കൂളിൽ കൊടുത്തു വിട്ടതും ഇഡ്ഡലിയാണ് കേട്ടോ, മിനി ഇഡ്ഡലി. അതായത് ഇതിൽ കുറച്ച് മാവ് ഒഴിച്ചാൽ മിനി ഇഡ്ഡലിയായി, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച്. മീൻകറി ഉണ്ടാക്കുന്നതിനായി 15 ഗ്രാം കഴുകി വൃത്തിയാക്കി കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫുൾ കുടംപുളി ഉണ്ട്, 2 ഹാഫ് പീസുകളാണ്. ഇനി ഇതിനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കണം. ഇനി ഈ പുളിയെ 2 കപ്പ് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇടുക. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുക. ടേബിൾ സ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം വരും. ഇനി പുളി നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനായി 10-15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ അല്പം കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോ ഒന്ന് ഓടിച്ച് 2x കാരണം ബോറടിക്കാൻ പാടില്ലോ. അപ്പം നമുക്ക് നമ്മുടെ കറക്റ്റ് എന്താണ് നമുക്ക് വേണ്ടത് അത് മാത്രം മതിയല്ലോ. നമുക്കിങ്ങനെ ഇടയ്ക്കും വർത്താനൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് എന്താണ് അതിൻ്റെ പോയിന്റ്, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി ഉലുവ പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ കറിയിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന അവസരത്തിൽ അതിനോടൊപ്പം ചേർക്കുക. ഞാൻ നമ്മുടെ ഷാൻചേട്ടൻ പറഞ്ഞതുപോലെ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ പൊടി ഞാൻ ഇടുന്നില്ല കേട്ടോ, കാരണം എനിക്കതൊരു കയ്പ്പ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഉലുവയാണ് ചേർക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി ടെമൂന്ന് ഇതുപോലെ ചെറിയ പാക്കറ്റ്സ് ഓർഡർ ചെയ്ത് അതിനകത്ത് മസാലകൾ അല്ലെങ്കിൽ മുഴുവൻ മസാലയില്ല, നമ്മുടെ മല്ലി, ജീരകം അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് സ്പേസ് ലാഭിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ കുപ്പികളിലൊക്കെ നമുക്ക് കുറേ സ്പേസ് പോകും കേട്ടോ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തു 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർക്കുക. ഇനി ഇത് 30 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. ഹലോ ഡെന്നു, what are you eating? Tell what are you eating? I'm taking a vlog. Say hi. Hi. Are you eating cheese? Okay, are you enjoying? So Dennu സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഡെന്നു സ്കൂൾ കഴിഞ്ഞ് വന്നാ? Don't say that word again. Which one? Malayalam school and English and Malayalam both. I love you. You should say I love you, Mama, no? So busy. അപ്പം ഞാൻ ഓൾറെഡി ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ഒരു 30-40 സെക്കൻഡ്സിന് ശേഷം ഞാൻ കുറച്ച്, എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മീൻ കറിക്ക് വേണ്ടി ഉള്ളി വാങ്ങിക്കുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമാകാം, അതിന് വേണ്ടി പോകാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ചെറിയൊരു സവോള ഉണ്ടായിരുന്നേ, അത് ഞാൻ ചെറുതാക്കി കഴിഞ്ഞിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് 15 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കുക. ഇനി ഈ ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇടവിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. ഏകദേശം ഈ കളറിലായാൽ മതി, ബ്രൗൺ ആവണ്ട, ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവ് കുറഞ്ഞിരിക്കുന്നതിനും കളർ കിട്ടുന്നതിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഒരു 5 സെക്കൻഡ് നേരം വളരെ പെട്ടെന്നൊന്ന് ഇളക്കുക. കൂടുതൽ നേരം മുളക് പൊടി എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോകും. പിന്നീട് ഉടൻ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി ആ വെള്ളത്തോടൊപ്പം തന്നെ ചേർക്കുക. ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ മീൻ ചേർക്കുക. ഞാനിവിടെ മാഹി എന്ന് പറയുന്ന മീൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 650 ഗ്രാമോളം വരും ഈ മീൻ കേട്ടോ. മീൻ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നിരത്തുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കറിവേപ്പില ഇടുക. ഏകദേശം 3 തണ്ടോളം കറിവേപ്പില ഇടാവുന്നതാണ്. പിന്നീട് ഇത് മീഡിയം തീയിൽ അടച്ചു വെച്ച് മീൻ വേവുന്നത് വരെ വേവിക്കുക. സാധാരണ മീനുകളൊക്കെ 7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. എന്നാൽ ചില മീനുകളൊക്കെ അല്പസമയം കൂടുതൽ എടുക്കാറുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ആ കുടംപുളി ചേർത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, കാരണം ഈ കുടംപുളിക്ക് അത്യാവശ്യം ഒരു ഉപ്പ് ടേസ്റ്റ് ഉള്ളത് കൊണ്ട്. അപ്പം ഞാൻ സാധാരണ ചേർക്കാറുള്ള ഇതുപോലെ തന്നെയാണ്, കുറച്ച് മീനൊക്കെ ഇട്ട് കഴിച്ചിട്ട് ഉപ്പിട്ട് മീൻ വേവാൻ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുൻപ് നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കാം പതുക്കെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഷാൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ അത്യാവശ്യം ഒരു 3 to 4 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തു. നമ്മുടെ മീനിൻ്റെ വെള്ളം ഓൾറെഡി തിളച്ചതായിരുന്നേ. അപ്പോൾ ഇനി നമുക്കത് സാവധാനം മൂടി വയ്ക്കാം. നമ്മുടെ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ആസ് പെർ ഷാൻ ചേട്ടൻ 8 മിനിറ്റാണ് മീൻ തിളപ്പിക്കേണ്ട സമയം എന്ന് പറയുന്നത്. 8 മിനിറ്റിനകത്ത് മീൻ വേവും. കറക്റ്റ് 8 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പൊക്കി നോക്കി മീൻ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് മീൻ വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഇത് ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. രണ്ടാമത്തെ കാര്യം, പുളിയുടെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ചില പുളിക്ക് പുളിപ്പ് രസം കൂടുതലായിരിക്കും. അതുകൊണ്ട് മീൻ വെന്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് 2-3 പുളിയുടെ പീസ് എടുത്ത് മാറ്റാവുന്നതാണ്. അല്പം നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലുള്ള പുളി അല്പം വലിച്ചെടുക്കും. അപ്പോൾ ഗ്രേവിയുടെ പുളി കുറയും. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം പുളിയുടെ കഷ്ണങ്ങൾ എടുത്തു മാറ്റി ക്രമീകരിക്കാൻ. അപ്പം എന്താ പറയുക, ഇപ്പം മീൻകറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ലാസ്റ്റ് എൻ്റെ പപ്പയും മമ്മിയൊക്കെ ചെയ്യുന്ന ഒരു പൊടിക്കൈയുണ്ട്. അത് ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുക. എന്തോ വാട്ട് യു വാണ്ട്? സീ ദിസ്. ഹായ് ഹായ്, സേ ഹായ്. ക്യാൻ യു സീ ബിയായ? ഇവിടെ ഒരാളിന്ന് കളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. Why are you running? Cheta not playing with you? Tell Cheta come play. What? Mama's ring light. Say ring light. Ring light. You like it? You know, Mama can keep a phone here, here, here. I can keep a phone here, here. Yes. Yes? Yes, then I take a video like this. Yes. You know? Yes. Yes. What is there in your hand? Kail anta kail. No, this hand. Donut toy. Donut toy. Say I love you, Mama. I love you, Mama. Really? Give me high five. Yay! What is Cheta doing? You want this? No. Show like this. Show like this. Show you Karkundal. Mudi. Show hair. Oh. Disturbing you? Is it disturbing you? Yes. Yes, I know. Chetan, what are you doing? Play with her, no? Oh, This. kalip. Mama. Then you say, oh, This Mama. check. I already checked. Right. Then no? Are you kalippada? Kalippada. Oh, kalippada. Hello. Hey, hello, sir. Katta kalippada. I'm not calling you Don't potta. call me a potta. I said Don't call me a kalip. freaking potta. And I said kalippada. Katta kalippada. Oh. No use. ഡെന്നൂസൻ ഭയങ്കര എന്താ പറയുക, സ്കൂളൊക്കെ വിട്ട് വന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഇതിനകത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ പറയുന്ന ഒരു ചെറിയ ലാസ്റ്റ് പൊടിക്കൈ ചെയ്യാറുണ്ട്. കുറച്ച് ഉള്ളി മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ മീൻകറിയുടെ മേളിലേക്ക് ഒഴിക്കും. എന്താ പറയുക, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്നും കൂടിയില്ലെങ്കിൽ ആ എണ്ണയ്ക്കകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വെള്ളം വരുന്നു. ഷാൻജിയോച്ചേൻ്റെ റെസിപ്പി എന്താവുമോ എന്തോ. അപ്പം നമ്മൾ മറിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സൂപ്പറായിട്ടൊരു മീൻകറി വരാറുണ്ട്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയൊക്കെ ഇഷ്ടമാവാറുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ ഉണക്ക സ്രാവ് വറുത്തായിരുന്നു. എന്തോ കമ്മിങ്, വെയിറ്റ്. അപ്പം അതിനകത്ത് ഒരു പീസ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറിന് കഴിക്കുമത്. അയ്യോ പോരാട്ടോ. Look at my Chorian Dennu. See here. Are you the Chorian guy here? Tell me. No? Okay, fine. So, BIക്ക് ഡയഡ് ആൻഡ് റോം. അവൾക്ക് ഇങ്ങനെ സൗണ്ട് ഒന്നും വന്നില്ലെങ്കിലും ചില സമയത്ത് ഞാൻ നോക്കിയിരുന്നോളും. കീപ് ക്വൈറ്റ് നോ. ചില സമയത്ത് അവളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം നോക്കിയിരിക്കും. ചിലപ്പോൾ ചുമ്മാ സൗണ്ട് കേട്ടാൽ മതി. ഹലോ, ഹായ്, ഏ ഹലോ. മുടിയൊക്കെ നോക്ക്, മെസ്സായിട്ടിരിക്കുന്നത് നോക്കിയും കൂടെ. ഐ എൻജോയ്. ഷോ മീ ഹെയർ. ഓക്കേ, show this side. Like this you show. Don't mess your hair, okay?
ഹായ്. Coming back. Papa, coming back. Coming back. Take this. chocolate. Wow, you happy? Go sit. Hello. Want to school is coming, sir? അപ്പം മീൻ കറി ഓഫ് ചെയ്തു. ഞാനൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ പാത്രത്തിൻ്റെ ചൂട് കാരണം കൊണ്ട് തിള ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. ഷാൻജി ചേട്ടൻ്റെ മീൻ കറി കണ്ടിട്ട് എനിക്ക് സഹിക്കണ്ടായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മീൻ കയ്യിലേക്ക് ഒഴിച്ചു. അപ്പം ചൂടുണ്ടായിരുന്നു, എൻ്റെ കൈ ഇച്ചിരി പൊള്ളിയെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും. അപ്പം മീൻ കറി ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പം ഞാനിപ്പം എൻ്റെ പപ്പയും മമ്മിയൊക്കെ ചെയ്യുന്ന ഒരു പൊടിക്കൈ ഉണ്ട്, അതൊന്ന് ചെയ്യാൻ ഓർത്താൽ അത് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറ്റും കേട്ടോ. ടേസ്റ്റ് എന്നല്ല, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇതേ ടേസ്റ്റ് തന്നെയായിരിക്കും, നമ്മൾ ഉള്ളി വറുത്തുകൊണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല, പക്ഷേ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് എന്താ പറയുക, ഈ യമ്മി. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. കമ്മിങ് കുക്കിംഗ് കറക്റ്റ്. ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു മുളക് പൊടികൾ ഞാൻ ചേർക്കുന്നത്, കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ, ചേർത്തിട്ടുണ്ടായുള്ളൂ. അപ്പം ഞാൻ കുക്കിങ്ങിൽ അങ്ങനെ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല. ഞാൻ ആക്ച്വലി എൻ്റെ മീൻകറി ഒന്നും കൂടെ തിളപ്പിക്കാൻ വെച്ചു, കാരണം ഇച്ചിരിയും കൂടി എനിക്കൊന്ന് ചാറൊന്ന് പറ്റിക്കാൻ വേണ്ടി. എനിക്ക് ഒരുപാട് ചാറിലെ മീൻകറി ഇഷ്ടമല്ല. അപ്പോൾ പൊടിക്കായി ഇത്രേ ഉള്ളൂ. പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, നമ്മൾ ഉള്ളി കടുക് വേണ്ട കടുക് പൊട്ടിക്കാം. ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല, ഉള്ളിക്ക് പകരം ഞാൻ പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ സവോളയായിരുന്നു, കുരുകുരുന്ന് സവോള അരിയുക, കറിവേപ്പില ഇടുക. നിങ്ങളിങ്ങനെ ഈ കുക്കിംഗ് ഒന്നും ഇങ്ങനെ ഫാസ്റ്റ് അല്ല എങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി ഇടുന്നത് കേട്ടോ, ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളത് മറിച്ച് നമ്മുടെ മീൻ കറിക്കകത്തേക്ക് ഒഴിക്കണം. കുറേ നേരമൊന്നും വെക്കരുത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഓഫ് ചെയ്തല്ലോ, അതാണ് ഞാൻ 2 സെക്കൻഡും കൂടെ വെച്ചത്. നമുക്ക് ഉടനെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഈ സംഭവം മറിച്ചൊഴിക്കാം. അതിനുശേഷം കുറച്ച് ചാറൊഴിച്ച് നമ്മുടെ ആ മുളക് പൊടിയും നമ്മുടെ മസാലയൊക്കെ ഇല്ല, അതൊന്ന് ശരിക്കും അങ്ങോട്ട് തൂത്തിടുക. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, ഷാൻജോ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ. ചട്ടിയുടെ 2 സൈഡിലും പിടിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിക്കുക, 2-3 ചുറ്റിക്കുക. അപ്പം നമ്മുടെ കറിയിലേക്ക് മസാലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം മീൻകറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ചോറൊക്കെ കൂട്ടി ഇളക്കി അടിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കോടെ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയറൊക്കെ ചെയ്ത് കൊടുത്തോ. ഓക്കെ, ബൈ. അപ്പം ഇത് ഞാൻ ചോറ് കൊടുക്കുന്ന സീനാണ്. ഞാൻ ഈ മീൻകറിക്ക് ശേഷം ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടാക്കിയായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്, എരിവൊക്കെ കുറച്ച്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനി കാണിച്ചു തരാം ഒരു ദിവസം. അപ്പം എല്ലാവർക്കും വിഷിങ് യു എ ഹാപ്പി ഡേ. കം ബാക്ക് ടു മൈ വ്ളോഗ്സ്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.